വർക്ക് ചെയ്യും. വർക്കൊന്നും കിട്ടാത്തപ്പോഴാണ് നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തത്. ഈ രണ്ട് പയ്യന്മാരെ നമ്മളൊന്ന് കാണണം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് റീൽസ് ഇട്ടില്ലെങ്കിൽ ഇതിൻ്റെ മനസ്സ് തട്ടിയിട്ട് റീൽസാണ്. ഇതൊരു പ്രൊമോഷൻ ആയിട്ടല്ല. ഇവരിപ്പോൾ ഏകദേശം ഒരു 10ഓളം ദിവസമായി ഇൻസ്റ്റാഗ്രാമിലും പേഴ്സണലായിട്ടും കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ 18 വയസ്സായ 2 ചെറുപ്പക്കാരാണ്. ഇവരെ പോലെയുള്ള നമ്മൾ നാടിന് മാതൃകയായിട്ട് ഇതൊന്നും നിങ്ങൾ ശരിക്കും കണ്ടുനോക്കി. ഇതാണ് എൻ്റെ വാട്ടർ ടാങ്ക് എൻ്റെ വീട്ടിലെ ഏകദേശം 3 വർഷമായി നമ്മൾ കുടിക്കൽ കഴിഞ്ഞിട്ട് അന്ന് ക്ലീൻ ചെയ്ത് പിന്നെ ക്ലീൻ ചെയ്തിട്ടില്ല. ഒരു മണിക്കൂറോട് ഫുൾ ക്ലീൻ ചെയ്തിരുന്നു പറഞ്ഞു. എടാ നിങ്ങളെന്താ പഠിക്കുക? നമ്മൾ പ്ലസ് ടു കഴിഞ്ഞു. എന്താ ഈ ഫീൽഡിൽ കയറാൻ കാരണം? സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാനുള്ള രീതിയിൽ നമ്മളിങ്ങനെ ഇറങ്ങി. എടാ എത്രയൊക്കെ തുടങ്ങിയിട്ട്? ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരു മാസമായിട്ടുള്ളൂ. അങ്ങനെ വർക്കൊക്കെ കിട്ടുന്നുണ്ടോ? വർക്ക് ഇപ്പോൾ കിട്ടണില്ല. നമ്മളെ നോട്ടീസ് അടിച്ചുകൊണ്ട് പള്ളിക്ക് കൊടുക്കുകയും വർക്കൊന്നും കിട്ടാത്തപ്പോഴാണ് നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്ത്. ഈ വർക്ക് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അല്ലേ? ആയിക്കോട്ടെ, നമ്മൾ നോക്കി എന്തായാലും നമ്മുടെ ഫോളോവേഴ്സ് കാര്യങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ നാട്ടിൽ വേണം. അധ്വാനിക്കാൻ കഴിയുണ്ടല്ലോ. കാരണം 18 വയസ്സായപ്പോൾ നിങ്ങൾ അധ്വാനിച്ച് നിങ്ങളുടെ കുടുംബം പോറ്റാന്നുള്ളൊരു അത് മാത്രമേ പഠിക്കണം കേട്ടോ. തീർച്ചയായും പഠിക്കണം. കാരണം ഇത് ജോലി കിട്ടി ഫണ്ട് കിട്ടി കഴിഞ്ഞാൽ പഠിക്കാതെ നമ്മൾ ഭാവി ഇല്ലാതാകും. പഠിക്കും ചെയ്യണം. നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന എല്ലാവരും നിങ്ങൾ വിളിക്കും. ചെറിയ എമൗണ്ട് നിങ്ങൾ വാങ്ങുന്നുള്ളൂ. നമ്മൾ ഏറ്റവും കുറച്ചാണ് വാങ്ങുന്നത്. എവിടെ വന്നാലും നിങ്ങൾ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ചെയ്യേണ്ട മലപ്പുറം ജില്ലയിൽ എവിടെയെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കും. ശരിക്കും ഈ 2 മക്കൾ നമുക്കൊക്കെ ഒരു പ്രചോദനമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ പ്ലസ് 2 കഴിഞ്ഞിട്ട് പണിക്ക് പോയിട്ടില്ല. ഇപ്പോൾ ഒട്ടുമിക്ക ചെറിയ പയ്യന്മാർ വരെ ലഹരിക്ക് അഡിക്റ്റായിട്ട് പോകുമ്പോൾ ഈ ഒരു 18 വയസ്സായ പ്ലസ് 2 കഴിഞ്ഞ പയ്യന്മാരാണ് ഇതുപോലെ വാട്ടർ ടാങ്ക് ഒക്കെ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും അവർ നമുക്കൊരു മാതൃകയല്ല. നമ്മുടെ നാടിനൊരു മാതൃകയല്ല. ഒട്ടുമിക്ക വീട്ടിൽ തന്നെ ആയിരിക്കും അവസ്ഥ. ആരും അട്ടാക്കൊന്നും കേൾക്കില്ല. ചെറിയ എമൗണ്ട് അവർക്ക് കൊടുത്താൽ അവർ നല്ല ഉഷാറാക്കി തരും. അപ്പോൾ അവർ ഇപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്ത് വർക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷയില്ല. എന്തായാലും ഇവരെ പോലുള്ള പയ്യന്മാർ കേരളക്കാർ തളർത്തില്ല. കാരണം അധ്വാനിക്കാനുള്ള മനസ്സുണ്ട്. കാരണം 18 വയസ്സായിട്ടുള്ളൂ. അവർക്ക് അധ്വാനിച്ച് കുടുംബം നോക്കണം. അത് മാത്രമല്ല അവർക്ക് പഠിക്കും വേണം. അപ്പോൾ മലപ്പുറം ജില്ലയിൽ എവിടെ പോയാലും ഇവർ വർക്ക് ചെയ്തിരുന്ന പറയുന്നത്. അപ്പോൾ അവരെ കൂടുതൽ ഡീറ്റെയിൽസ് അവരുടെ നമ്പറും കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്. എന്തായാലും നിങ്ങൾ നിർബന്ധം അവരെ സപ്പോർട്ട് ചെയ്യാം.